ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം ശ്രമിക്കുന്ന വല്ല വിഷയം കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ വെച്ച് അനുഭവപ്പെട്ടത്, അവിടെ നിന്ന് ജയരാജനെ ശ്രീമതി ടീച്ചറെ മുന്നോട്ടേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത്. കാരണം കൂടുതൽ ശോഭയുടെ അടുത്ത് നിൽക്കണ്ട എന്നുള്ള രീതിയിൽ അതൊന്നും ഒരു വിഷയമേ അല്ല. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. 3 തവണ ശ്രീമാൻ ഇ പി ജയരാജനുമായിട്ട് ഞാൻ കൂടിക്കാഴ്ച നടത്തി. ഞാൻ കൂടിക്കാഴ്ച നടത്തി എന്ന് ഞാൻ പറയുകയും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്ന് ശ്രീമാൻ ഇ പി ജയരാജൻ പറയുകയും, എന്നാൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനെ കൃത്യമായി ശ്രീമാൻ ജയരാജൻ്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന് ശേഷവും ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തിനും ഉത്തരത്തിനും പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാപി എന്ന് വിളിച്ച, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ എന്ന് വിളിച്ച, ഫ്രോഡ് എന്ന് വിളിച്ച, ഗോവിന്ദൻ മാഷും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഫ്രോഡ് എന്ന് പറഞ്ഞ അതേ നന്ദകുമാറിനെ ഒരിക്കൽ പോലും തള്ളിപ്പറയാൻ ശ്രീമാൻ ഇ പി ജയരാജൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ നോക്കിക്കണ്ടതാണ്. അപ്പോൾ എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തോട് ഉള്ളതിനേക്കാൾ അഭേദ്യമായ ബന്ധം എന്തടിസ്ഥാനത്തിലാണ് ഈ വ്യക്തിയുമായിട്ടുള്ളത് എന്ന് ഞാനല്ല വിശദീകരിക്കേണ്ടത്, അത് ജയരാജനാണ് വിശദീകരിക്കേണ്ടത്. ഇ പി ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു ശോഭാ സുരേന്ദ്രനെതിരായിട്ട് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഗോവിന്ദൻ മാഷും പിണറായി വിജയനും തള്ളിപ്പറഞ്ഞ നന്ദകുമാറിനെതിരെ കേസ് വേണ്ട എന്നുള്ള തീരുമാനം ഇ പി ജയരാജൻ എടുത്തത് എന്നതും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. എനിക്ക് പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. മാധ്യമങ്ങളിലൂടെ പറയുകയും പിന്നീട് അത് തിരുത്തി പറയുകയും ചെയ്യേണ്ട ഒരവസരം എൻ്റെ ഈ പൊതുജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വിഷയത്തിലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകയാണ്. ഒരു ക്ലാരിഫിക്കേഷൻ അത്യാവശ്യം. ഇൻ്റർവ്യൂവിലൊക്കെ കാണുന്ന ഒരു കാര്യം, ഈ ഇ പി ജയരാജൻ ഒരു ഫോൺ കോൾ വന്നതിന് ശേഷമാണ് അദ്ദേഹം വളരെ പേടിച്ച് വിറച്ച് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറാനായിട്ട് ശ്രമിച്ചത്. ആ ഫോൺ കോൾ ശരിക്കും അത് ആരുടെ ആയിരിക്കും? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവും അതുപോലെ തന്നെ കേരളത്തിലെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള കരുനീക്കം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൽ ശ്രീമാൻ ജയരാജൻ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം അതിൽ വളരെയധികം ദുഃഖിതനായിരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം പിന്മാറേണ്ടി വന്നതിൽ വലിയ ഒരു ദുഃഖം അദ്ദേഹത്തിൻ്റെ മനസ്സിലും അദ്ദേഹത്തിൻ്റെ മുഖത്തും നേരിട്ട് കാണാൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. അങ്ങനെ പിന്തിരിഞ്ഞു പോന്ന ഒരാൾ വീണ്ടും നമ്മളെ കാണാൻ ശ്രമിക്കുന്നു, കാണണമെന്ന് ആവശ്യപ്പെടുന്നു. എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ച ഒരാളെയല്ല പിന്നീട്. പക്ഷേ എന്നാലും ഒരു പാർട്ടിയുടെ ഇത്തരം ഒരു പ്രവർത്തനം എത്തി, അതിൽ ഞാനും അദ്ദേഹവും 3 തവണ കണ്ടതിന് ശേഷവും വീണ്ടും എന്നെ കാണണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാനത് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം തന്നെ മാധ്യമ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയാണെന്നേ, ഇത് സ്വയം ആർജിച്ച ചില നേതാക്കന്മാർ സ്വേച്ഛാധിപതികളെ പോലെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്കകത്ത് തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ടി പി ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകളെ വെട്ടുവെട്ടി 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനം, പിഞ്ചു കുട്ടികളുടെ കൺമുന്നിലിട്ടുകൊണ്ട് ക്ലാസ് മുറിയിൽ ജയകൃഷ്ണൻ മാസ്റ്ററെ വെട്ടിക്കറി കൊലപ്പെടുത്തിയ ഒരു പ്രസ്ഥാനം, അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിക്കകത്തേക്ക് കടന്നു വരാൻ അത്രയും അസ്വസ്ഥതയുണ്ടായിട്ടായിരിക്കണം അദ്ദേഹം തീരുമാനമെടുത്തിട്ടുണ്ടാകുക. ആ എടുത്ത തീരുമാനത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന രീതിയിൽ അദൃശ്യ ഘടകമായിട്ട് പ്രവർത്തിക്കാനൊക്കെ തൻ്റെ ഇടവും പ്രാപ്തിയുമൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ചർച്ച നടക്കുന്ന സമയത്ത് സംസ്ഥാന നേതൃത്വത്തെ ഈ കാര്യം ധരിപ്പിച്ചിരുന്നു. പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയുണ്ടായല്ലോ, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് കൂടി അറിവുണ്ട് എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടത്. അല്ല, എനിക്ക് ദേശീയ തലത്തിൽ നിന്ന് വളരെ കോൺഫിഡൻഷ്യലായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനമാണ് കിട്ടിയത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനും അറിയാം. മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ 8ഓളം വരുന്ന സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിരുന്നു ഞാൻ. വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ ആളുകൾ വരുന്ന സമയത്തും ആ ദേശീയ ഓഫീസിനകത്തുമൊക്കെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ പോയിരുന്നതും മുന്നോട്ട് പോരുന്നതുമൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കാര്യവുമാണ്. മാത്രവുമല്ല, ഇവിടെ തന്നെ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പ്രകാശ് ജാവേദ്കർജി പോലും ഈ കേരളത്തിൻ്റെ പ്രഭാരിയായി വരുന്നതിന് മുൻപ് തുടങ്ങിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോൾ ആ പ്രക്രിയയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള അറിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞതാണ്.
സംസ്ഥാന നേതൃത്വം എന്താ കൃത്യമായിട്ടൊരു വിശദീകരണം ഇക്കാര്യത്തിൽ നൽകാത്തത്? അല്ല, സംസ്ഥാന നേതൃത്വം എന്ത് വിശദീകരണമാണ് ഇനി നൽകേണ്ടത്? പല ആളുകളും വളരെ വ്യക്തമായി തന്നെ താങ്കളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്കാര്യത്തിലേക്ക് അല്ല, ആരാണ് ഈ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ ആക്രമിക്കാനും എന്നെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ കഠിനമായിട്ട് ചൂടനുഭവിച്ച് നമ്മളൊക്കെ പ്രവർത്തന രംഗത്ത് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നെ ഇത്തരം ഒരാൾ വന്ന് എനിക്കെതിരായിട്ടുള്ള ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ, കാരണം അമിത്ഷാജി വന്നിരിക്കുകയാണ്, അമിത്ഷാജി വന്ന് ഇവിടെ കരിമണൽ കർത്തയ്ക്കെതിരെ കരിമണൽ മൈനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ചില ആളുകളെല്ലാം അഴിമതിക്കാരെ തടവറയിൽ അടക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നു. ഇവിടെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതെല്ലാം ഉണ്ടായി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കാനുള്ള ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പൂർവ്വം ഇവിടെ ഈ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് ലാൻഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട്. പക്ഷെ ഒരു കാര്യം ഉണ്ട്, എനിക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. ഇത്തരത്തിലുള്ള നീചമായിട്ടുള്ള പ്രവൃത്തിയുമായിട്ട് ആരിറങ്ങിയാലും അതിൻ്റെ പിറകിൽ ആര് പ്രവർത്തിച്ചാലും ആ പ്രവർത്തിക്കുന്നവരുടെ ചെയിൻ ഉണ്ടല്ലോ, ചങ്ങല, ആ ചങ്ങല എവിടെ നിന്ന് തുടങ്ങി എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ആൾബലവും സ്വാധീനവും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ബന്ധവുമുള്ള ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ എനിക്കറിയാം. ഇത് നന്ദകുമാറിൻ്റെ മാത്രം പദ്ധതിയല്ല, ഇതിനകത്ത് ശ്രീമാൻ EP ജയരാജന് കൃത്യമായ റോളുണ്ട്, ഇതിനകത്ത് ഗോകുലം ഗോപാലന് കൃത്യമായിട്ടുള്ള റോളുണ്ട്. ഈ റോളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ റോൾ എന്ന് പറയുന്നത് അവരുടെ സഹോദരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ്.